ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പലതരം റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, ആർക്കും കഴിക്കാൻ പറ്റിയ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ. 10-15 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. 2 ടീസ്പൂണോളം ഗാർലിക്കും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഗാർലിക്ക് സോട്ടായി വരുമ്പോൾ നീളത്തിലരിഞ്ഞിട്ടുള്ള പൊട്ടറ്റോ ചേർത്തി കൊടുക്കുക. പൊട്ടറ്റോ വേവിച്ചതല്ല, അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പൊട്ടറ്റോ ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം തണുത്ത വെള്ളത്തിലിട്ട് സ്റ്റാർച്ച് കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് താഴ്ത്തി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പൊട്ടറ്റോ ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഇതാ പൊട്ടറ്റോ ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തുറന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അടിഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് ക്രിസ്പാവും, സൂപ്പർ ടേസ്റ്റായി വരികയും ചെയ്യും. അപ്പോൾ അധികം എണ്ണയില്ലാത്ത ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഉണ്ടാകും. അപ്പോൾ ഗാർലിക് പൊട്ടറ്റോ ഇതാ റെഡി. അവസാനം കുറച്ച് കറിവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ മല്ലിയുടെ ഇല ചേർക്കാം.